കുഞ്ഞുങ്ങളിൽ സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് ഫ്ലാറ്റ് ഹെഡ് അല്ലെങ്കിൽ തല ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ഇത് അമ്മമാരെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് ഹെഡ് ഉണ്ടാകുന്നത്, ഇത് നോർമലാണോ അബ്നോർമലാണോ, എങ്ങനെ പരിഹരിക്കാം, ഇതിന് ചികിത്സ വേണോ, പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ എന്നൊക്കെയാണ് പറയുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ക്ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ മുഴുവനായും കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് തല ഫ്ലാറ്റായി മാറുന്നതെന്ന് നോക്കാം. കുഞ്ഞ് ജനിക്കുമ്പോൾ സ്കൾ ബോൺസ് എല്ലാം വളരെ സോഫ്റ്റും ഫ്ലെക്സിബിളുമാണ്. ഇത് കുഞ്ഞിനെ അമ്മയുടെ വജൈന വഴി പുറത്തു വരാൻ സഹായിക്കുന്നു. ആദ്യത്തെ ഒരു വയസ്സിൽ കുഞ്ഞിന്റെ സ്കള്ളും ബ്രെയിനും ട്രിപ്പിളായി മാറാനായിട്ട് സൈസ് ആകുന്നു. അതായത് കുഞ്ഞിന്റെ ജനിച്ചതിനേക്കാളും 3 ഇരട്ടി വലുപ്പമായിരിക്കും ഒരു വയസ്സാകുന്ന സമയത്ത് കുഞ്ഞിന്റെ തലയ്ക്കും തലയോട്ടിക്കും ഉള്ളത്. എന്നാൽ 3 വയസ്സെത്തുന്ന സമയത്ത് ഇത് 85% വളരുന്നു. ഏകദേശം 5 വയസ്സിനോട് അടുക്കുമ്പോൾ 90% തന്നെ ഇത് സൈസ് ആകുന്നു. ഇതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ തല ഒരു സൈഡ് ചെരിഞ്ഞു കിടക്കുമ്പോൾ ആ സൈഡിലെ പ്രഷർ കാരണം ഫ്ലാറ്റായി മാറാനുള്ള സാധ്യത കൂട്ടുന്നു. കാരണം കുഞ്ഞിന്റെ തലയുടെ ബോൺസ് ഒന്നും ഫ്യൂസ്ഡ് അല്ല. ഇങ്ങനെ പൊസിഷണൽ പ്ലേജിയോസെഫാലി അല്ലെങ്കിൽ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം എന്ന കണ്ടീഷൻ വരുന്നു. ഇതിനുള്ള കാരണങ്ങൾ: ഒന്നാമത്തേത് സ്ലീപ്പിംഗ് പൊസിഷൻ. കുഞ്ഞ് ഒരുപാട് നേരം ഒരു വശത്തേക്ക് തന്നെ തല ചെരിച്ച് കിടക്കുന്നത് കാരണം പ്രഷർ ഒരു വശത്തേക്ക് മാത്രം ഉണ്ടാകാനും ഇത് കുഞ്ഞിന് ഫ്ലാറ്റ് ഹെഡ് വരാനുമുള്ള സാധ്യതയെ കൂട്ടുന്നു. രണ്ടാമത്തേത് കുഞ്ഞിന് ടമ്മി ടൈം കുറവ്. അതായത് ടമ്മി ടൈം കുഞ്ഞിന്റെ കഴുത്തിലെയും മസിൽസിനെയും ഒക്കെ ശക്തിപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ഇത് കുഞ്ഞിനെ കമിഴ്ന്ന് വീഴാനും സഹായിക്കുന്നു. എന്നാൽ ഇത് കുറവായ കുഞ്ഞുങ്ങളിൽ എപ്പോഴും തല ചെരിച്ച് തന്നെ കിടക്കുന്നത് കൊണ്ടും ഫ്ലാറ്റ് ഹെഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. മൂന്നാമത്തേത് നെക്ക് സ്റ്റിഫ് ആകുന്ന കണ്ടീഷൻ, അതായത് ടോർട്ടിക്കോളിസ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നു. തല ഒരു വശത്തേക്ക് തിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത്. നാലാമത്തേത് പ്രീ മെച്വർ ബേബീസ്. ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് പൊതുവായി കാണുന്നതിനേക്കാൾ സ്കള്ള് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷനാണ്. അതിനാൽ തന്നെ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം വരാനുള്ള ചാൻസും കൂടുതലാണ്. അഞ്ചാമത്തേത് മൾട്ടിപ്പിൾ ബർത്ത്. ട്വിൻസ്, ട്രിപ്ലെറ്റ്സ് ഒക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഗർഭപാത്രത്തിനുള്ളിൽ സ്ഥലം കുറവായതിനാൽ തന്നെ ജനിക്കുന്ന സമയത്ത് അവർക്ക് ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആറാമത്തേത് വളർച്ച ഡിലേഡ് ആയുള്ള കുഞ്ഞുങ്ങൾ. എങ്ങനെ ഇത് പരിഹരിക്കാം? കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഒരു വശത്തേക്ക് തന്നെ കിടത്താതെ കുഞ്ഞിന്റെ തല ഏത് സൈഡിലാണോ ഫ്ലാറ്റായി ഇരിക്കുന്നത് മറ്റേ വശത്തേക്കും തിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എന്നാൽ എപ്പോഴും ഒരു വശത്ത് തന്നെ ചെരിച്ച് കിടക്കുമ്പോൾ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം ഒക്കെ വരാനുള്ള സാധ്യത കൂട്ടുന്നു. ഇതുകൂടി ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ടമ്മി ടൈം. 1 മുതൽ 2 മിനിറ്റ് വരെ ആദ്യ മാസങ്ങളിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമൊക്കെ നിങ്ങളുടെ ബോഡിയിൽ തന്നെ കുഞ്ഞിനെ കിടത്തി ശീലിപ്പിക്കുക. പിന്നീട് സോഫ്റ്റ് ആയ പ്രതലത്തിലേക്ക് മാറ്റുക. മൂന്നാമത്തേത് കുഞ്ഞിനെ എപ്പോഴും കിടത്താതെ എടുക്കുവാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഈ സമയത്ത് കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ്ങിന് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. നാലാമത്തേത് ബേബി ഗിയർ, ബൗൺസർ, സ്വിങ്സ് എന്നിവയിലൊക്കെ എപ്പോഴും കുഞ്ഞിനെ കിടത്താതെ ഇരിക്കുക. അഞ്ചാമത്തേത് തല ചെരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സൗണ്ട്, ലൈറ്റ് ഒക്കെ ഉള്ള ടോയ്സ് കുഞ്ഞിനെ തല തിരിക്കാനും കുഞ്ഞിനെ കമിഴ്ന്ന് വീഴാനൊക്കെ സഹായിക്കുന്നു. ഇത് ഉപയോഗിക്കുക. ആറാമത്തേത് കുഞ്ഞിനെ എപ്പോഴും നിങ്ങൾ കിടത്താതെ തന്നെ വെക്കാനായിട്ട് തിരിക്കുക. ഇത് കുഞ്ഞിൻ്റെ നെക്ക് എപ്പോഴും ഫ്ലെക്സ് ആകാനുള്ള ചാൻസ് കൂട്ടുന്നു. കുഞ്ഞിനെ എപ്പോഴും കിടക്കുന്ന സമയത്ത് പില്ലോസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. ആറാമത്തേത് കുഞ്ഞിൻ്റെ തലയുടെ ആകൃതി സ്ഥിരമായി ശ്രദ്ധിക്കുക. എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി ഇത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഓൾറെഡി ഉള്ള കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിന് മുമ്പ് കറക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ സമയം. ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. എന്നിട്ടും മാറിയില്ലെങ്കിൽ കുഞ്ഞിനെ പീഡിയാട്രീഷ്യനെ കാണിക്കുക. രണ്ടാമത്തേതാണ് ഹെൽമെറ്റ് തെറാപ്പി അല്ലെങ്കിൽ ക്രേനിയൽ ഓർത്തോസിസ് എന്ന് പറയുന്നത്. ഇത് സിവിയർ ആയ കണ്ടീഷനിൽ ഉപയോഗിക്കുന്നു. അതായത് ഹെൽമെറ്റ് പോലെയുള്ള ഒരു ഗിയർ വെച്ചിട്ട് കുഞ്ഞിൻ്റെ തലയുടെ ചെരിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ബോൺ ഡെവലപ്മെന്റിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹെൽമെറ്റ് തെറാപ്പി. ഇതിന്റെ ശരിയായ പ്രായം 4 മുതൽ 8 മാസം വരെയാണ്. 12 മുതൽ 14 മാസം വരെയൊക്കെ ആകുമ്പോൾ കുഞ്ഞിന്റെ തലയോട്ടിയിലെ എല്ലുകളൊക്കെ ഹാർഡ് ആവാനും ഫ്യൂസ് ചെയ്ത് കഴിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് ലെസ് എഫക്റ്റീവായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഇത് കണ്ടുപിടിക്കാനും ഡോക്ടർ സഹായം തേടാനും ശ്രദ്ധിക്കുക. അടുത്തത് ചെറിയ ഫ്ലാറ്റനിങ് ഒക്കെ ആണെങ്കിൽ പ്രശ്നമാക്കേണ്ട കാര്യമല്ല. പിന്നീട് വരുന്നത് മസ്റ്റേർഡ് പില്ലോസ് ആണ്. അതായത് കുഞ്ഞിന്റെ തലയുടെ ഭാരം ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തല ഷേപ്പ് ആക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മസ്റ്റേർഡ് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പില്ലോസ്. ഇതും ഉപയോഗിക്കാം. ആദ്യത്തെ മാസങ്ങളിൽ ഇത് ഇഫക്റ്റീവാണ്. എന്നാൽ പിന്നീട് തല ഉരുട്ടിയെടുക്കുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിന് പകരം തല കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഉരുട്ടിയെടുക്കുക, മസാജ് ചെയ്യുക ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ്. എപ്പോഴും വന്നതിന് ശേഷം ചികിത്സിക്കാതെ ഇത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം വേണ്ടത്. ഇനി എപ്പോഴൊക്കെയാണ് ഇത് ഗുരുതരമായി മാറുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത് കുഞ്ഞിൻ്റെ തലയുടെ സോഫ്റ്റ് സ്പോട്ടൊക്കെ ഒരുപാട് ബൾജായിട്ട് തോന്നുക, എപ്പോഴും പതപ്പ് താഴ്ന്നിരിക്കുക, അബ്നോർമൽ ആയിട്ടുള്ള ഹെഡ് ഷേപ്പ്, തലയുടെ വലിപ്പം കുഞ്ഞിൻ്റെ ശരീരത്തിന് അനുപാതികമല്ലാതെ വ്യത്യാസമില്ലാതെ തന്നെ ഇരിക്കുക. ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ നേരത്തെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സംശയങ്ങളെല്ലാം കമൻറ്റ് വഴി ചോദിക്കാനും ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്